അപ്പോൾ ഇന്നുണ്ടല്ലോ ഇഷാൻകുട്ടിന് കൊടുത്തിട്ടിരിക്കുന്നത് ബിരിയാണിയാണ് കേട്ടോ. വെജിറ്റബിൾ ബിരിയാണി, വെജിറ്റബിൾസ് എല്ലാം കൂടി ഇട്ടിട്ട് പെട്ടെന്ന് ഈസി ആയിട്ട് കുക്കറിൽ തയ്യാറാക്കാൻ വേണ്ടത് ഈസി ആയിട്ടുള്ളൊരു വെജിറ്റബിൾ ബിരിയാണി കേട്ടോ. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഉടനെ ഇടുന്നതായിരിക്കും. സൂപ്പർ ടേസ്റ്റുമാണ്. പ്രത്യേകിച്ച് മസാലാസ് ഒന്നും വേണ്ട, ബിരിയാണി മസാല ഉണ്ടെങ്കിൽ അത് മാത്രം മതി. അങ്ങനെ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു നാരങ്ങ അച്ചാറിൻ്റെ ഒരു പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് ഇഷാൻകുട്ടിന് ഇന്ന് കൊടുത്തുവിടുന്ന ലഞ്ച്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ സലാഡ് ഇച്ചിരി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ജസ്റ്റ് ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് സലാഡും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്ന് ഇഷാൻകുട്ടിന് ലഞ്ചിൽ കൊടുത്തു വിട്ടിരിക്കുന്നത്. സ്നാക്സ് ആയിട്ട് ഇന്ന് കൊടുത്തു വിടുന്നത് ഒരു ഏത്തപ്പഴത്തെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട്, അതാണ് കേട്ടോ. ചെറിയ ഏത്തപ്പഴമായിരുന്നു, അതുകൊണ്ട് തന്നെ അതിനെ രണ്ടായിട്ട് കട്ട് ചെയ്ത് അത് കൊടുക്കുന്നുണ്ട്. 2 വാൾനട്ട്സും കൂടെ കൊടുക്കുന്നുണ്ട്. ഇത് ഇത്രയായിരുന്നു കേട്ടോ ഇന്ന് ഇഷാൻകുട്ടൻ്റെ ലഞ്ച് ബോക്സും സ്നാക്ക് ബോക്സും എല്ലാം. പിന്നെ ഒരു കുപ്പി വെള്ളം, ഇത്രയൊക്കെ ഉള്ളായിരുന്നു കേട്ടോ. ഇനി പഴയതുപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ ടവലിനകത്ത് റാപ്പ് ചെയ്യുന്നു, അത് ലഞ്ച് ബാഗിൽ വെക്കുന്നു. ഇപ്പോൾ വാട്ടർ ലഞ്ച് ബാഗിനകത്തല്ല വെക്കുന്നത്, വാട്ടർ പ്രത്യേകം ബാഗിൽ തന്നെയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്.